1994 നവംബർ 25 കൂത്തുപറമ്പിൽ നടന്ന യുവതയുടെ വീറുറ്റ പോരാട്ടത്തിന് 30 വർഷം പൂർത്തിയാവുകയാണ്. 1994 കാലഘട്ടം കെ കരുണാകരന്റെ നേതൃത്വത്തിലുള്ള UDF ഗവൺമെന്റായിരുന്നു കേരളത്തിൽ ഭരണം നടത്തിയിരുന്നത്. ആ ഗവൺമെന്റ് വിദ്യാഭ്യാസ മേഖലയിൽ സ്വീകരിച്ച അങ്ങേയറ്റം പിന്തിരിപ്പൻ നയങ്ങൾക്കെതിരായി അതിശക്തമായ സമരമാണ് ആ കാലത്ത് യുവജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ കേരളത്തിലെമ്പാടും ഉയർന്നു വന്നത്. അതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് 1990-കളോടുകൂടിയാണ് കേന്ദ്ര ഗവൺമെന്റ്, അന്നത്തെ പ്രധാനമന്ത്രി, അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയൊക്കെയായിരുന്ന മൻമോഹൻ സിംഗിന്റെ എല്ലാം നേതൃത്വത്തിൽ ആഗോളവൽക്കരണ നയങ്ങൾ നമ്മുടെ രാജ്യത്ത് നിർബാധം നടപ്പിലാക്കി തുടങ്ങിയത്. ആ നയത്തിന്റെ തുടർച്ചയിലാണ് UDF ഭരണമുള്ള ഈ കേരളത്തിൽ ഉൾപ്പെടെ വിദ്യാഭ്യാസ മേഖലയിൽ, സേവന മേഖലയിൽ ഗവൺമെന്റ് പണം മുടക്കേണ്ടതില്ല, അത്തരം മേഖലകളിൽ നിന്ന് പിൻവാങ്ങുക എന്ന ഒരു പുതിയ നയം ഇവിടെ അവതരിപ്പിക്കുന്നത്. അതിന്റെ ഭാഗമായി വലിയ അഴിമതി, അതുമായി ബന്ധപ്പെട്ട സ്വകാര്യവൽക്കരണ അജണ്ടകളെല്ലാം കേരളത്തിൽ ശക്തിപ്പെടുകയായിരുന്നു. അങ്ങനെ നമ്മുടെ ഈ കണ്ണൂർ ജില്ലയിൽ സർക്കാരിന്റെ മേൽനോട്ടത്തിൽ തന്നെ തുടങ്ങാൻ തീരുമാനിച്ച പരിയാരം മെഡിക്കൽ കോളേജ് അതൊരു ഘട്ടം കഴിയുമ്പോൾ അതൊരു സ്വകാര്യ ട്രസ്റ്റിന് കൈമാറാനുള്ള നീക്കം നടക്കുകയായി. സർക്കാരിന്റെ ഭൂമിയിൽ തുടങ്ങിയിട്ടുള്ള ആ കോളേജ് സ്വകാര്യ വ്യക്തിയുടെ കൈകളിലേക്ക് മാറുന്നു എന്ന് വന്നപ്പോൾ ശക്തമായ യുവജന പ്രതിഷേധമുണ്ടായി. അതുപോലെ തന്നെ ആ കാലത്ത് കണ്ണൂർ ജില്ലാ ബാങ്കിൽ നടന്ന നിയമനവുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിനകത്തും കൊടിയ അഴിമതിയാണ് നടന്നത്. DYFIയുടെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആ ബാങ്ക് നിയമനവുമായി ബന്ധപ്പെട്ട അഴിമതി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശക്തമായ സമരം തുടരുകയുണ്ടായി. അങ്ങനെ കേരളമാകെ യുവജനങ്ങളും വിദ്യാർത്ഥികളും അഴിമതിക്കും വിദ്യാഭ്യാസ കച്ചവടത്തിനുമെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ ശക്തിപ്പെടുത്തിയ സമയത്താണ് DYFI ആഹ്വാനം ചെയ്തു, ഇനി മന്ത്രിമാരെ ഉൾപ്പെടെ വഴിയിൽ കരിങ്കൊടി കാണിക്കുന്ന പ്രതിഷേധം, ജനാധിപത്യ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന്. അങ്ങനെയുള്ള തീരുമാനത്തിന്റെ ഭാഗമായി കൂത്തുപറമ്പിൽ അന്ന് MV രാഘവനും N രാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ ആയിരക്കണക്കിന് യുവജനങ്ങളും വിദ്യാർത്ഥികളും ഒത്തുകൂടുകയായിരുന്നു. പോലീസിന്റെ മുന്നറിയിപ്പിനെ തുടർന്ന് N രാമകൃഷ്ണൻ ആ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള മര്യാദ കാണിച്ചു. പക്ഷെ MV രാഘവൻ പോലീസിന്റെ സഹായത്തോടു കൂടി മുൻകൂട്ടി തയ്യാറാക്കി പദ്ധതി അനുസരിച്ച് ഇവിടെ യുവജനങ്ങളെയും വിദ്യാർത്ഥികളെയും അടിച്ചമർത്തിക്കൊണ്ട് മുന്നോട്ട് പോവാം എന്ന ധിക്കാരത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയും നിലപാടാണ് സ്വീകരിച്ചത്. ഇവിടെ മന്ത്രി എത്തുന്ന സമയത്ത് ഈ സ്തൂപത്തിന് തൊട്ട് പിറകിലുള്ള കൂത്തുപറമ്പ് ടൗൺ ഹാളിലായിരുന്നു ചടങ്ങ് നടക്കുന്നത്. ആ ടൗൺ ഹാളിലേക്ക് മന്ത്രി കടന്നു വരുമ്പോൾ കയ്യിൽ കരുതിയിട്ടുള്ള കറുത്ത തൂവാലി എടുത്തുകൊണ്ട് മന്ത്രി ഗോബാക്ക് എന്ന മുദ്രാവാക്യം വിളിച്ച നിരായുധരായിട്ടുള്ള സമര വളണ്ടിയർമാരെയാണ് അതിക്രൂരമായി വെടിവെച്ച് കൊന്നുകളഞ്ഞു. മന്ത്രി അവിടെ എത്തുന്നതിന് മുന്നേ തന്നെ ക്രൂരമായ ലാത്തിച്ചാർജും വെടിവെപ്പും തുടങ്ങിയെന്നാണ് ഈ പോരാളികളെല്ലാം പിടഞ്ഞു വീണ് മരിച്ച സ്ഥലമെല്ലാം നോക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. പിന്നീട് നടന്ന അന്വേഷണത്തിൽ കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് കാണിച്ചതെന്നും നിയമവിരുദ്ധമായ നിലയിലാണ് വെടിവെപ്പ് നടത്തിയതെന്നും അതുമായി ബന്ധപ്പെട്ട യാതൊരു മുന്നറിയിപ്പും ജനത്തിന് നൽകിയിട്ടില്ല എന്നെല്ലാമുള്ള നിരവധിയായ കണ്ടെത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കൂത്തുപറമ്പിൽ അന്ന് സഖാവ് രാജീവനും റോഷനും ബാബുവും ഷിബുലാലും മധുവും 5 ചെറുപ്പക്കാരാണ് വിദ്യാഭ്യാസ മേഖലയിലെ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ പോർമുഖത്ത് പിടഞ്ഞു മരിക്കേണ്ടി വന്നത്. അന്ന് നട്ടലിന്
ഗുരുതരമായി പരിക്ക് പറ്റിയ സഖാവ് പുഷ്പേട്ടൻ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഈ 6 സഖാക്കളുടെ ജീവൻ നഷ്ടമായി എന്ന് മാത്രമല്ല, നിരവധിയായ ചെറുപ്പക്കാർക്കും വിദ്യാർത്ഥികൾക്കും അതിക്രൂരമായ മർദ്ദനമേറ്റു. ഒരുപാട് ആളുകൾക്ക് വെടിയേറ്റു. വലിയ ത്യാഗനിർഭരമായ ഒരു പോരാട്ടമാണ് അന്ന് കൂത്തുപറമ്പിൽ നടന്നത്. ആ കൂത്തുപറമ്പിലെ പോരാട്ടത്തെ നമ്മൾ ഇന്ന് അനുസ്മരിക്കുമ്പോൾ ഈ കാലത്ത് അഴിമതിയും വിദ്യാഭ്യാസ കച്ചവടവും രാജ്യമെമ്പാടും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. അതുകൊണ്ട് ഇത്തരം അനുസ്മരണങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഈ പോരാളികളെ ഓർമ്മിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും രാജ്യത്തെമ്പാടും കേന്ദ്ര ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന തെറ്റായ നയങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നാണ് നമ്മുടെ മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ ഉയർന്നു വരികയാണ്. ഗവൺമെന്റ് പറയുന്നത് ഇനി ചെറുപ്പക്കാർക്ക് സ്ഥിരം തൊഴിൽ കൊടുക്കേണ്ടതില്ല എന്നാണ്. നേരത്തെ ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടിയിരുന്ന വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ കടുത്ത സ്വകാര്യവൽക്കരണ അജണ്ടയിലേക്ക് പോയതോടുകൂടി അവിടെയെല്ലാം ലക്ഷക്കണക്കിന് തൊഴിലവസരമാണ് നഷ്ടപ്പെടുന്നത്. നമുക്കറിയാം നമ്മുടെ റെയിൽവേയുടെ സ്ഥിതി. എത്രയോ ലക്ഷം ഒഴിവുകൾ ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്നു. പക്ഷേ റെയിൽവേ സ്വകാര്യവൽക്കരണ അജണ്ടയിലേക്ക് പോകുന്നതിന്റെ ഭാഗമായിട്ട് അവിടെയൊന്നും പുതിയ നിയമനങ്ങൾ നടക്കുന്നില്ല. ബാങ്കിങ് സെക്ടറിലെ നില വ്യത്യസ്തമല്ല. BSNL ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നില വ്യത്യസ്തമല്ല. എയർ ഇന്ത്യ സ്വകാര്യവൽക്കരിച്ചതോടുകൂടി അവിടെ പുതിയ തൊഴിൽ കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ തിരുവനന്തപുരം വിമാനത്താവളം ഉൾപ്പെടെയുള്ള വിമാനത്താവളങ്ങൾ സ്വകാര്യവൽക്കരണത്തിലേക്ക് പോകുന്നു. അപ്പൊ നേരത്തെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുത്തിരുന്ന പൊതുമേഖലാ സ്ഥാപനം ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ കടുത്ത സ്വകാര്യവൽക്കരണ അജണ്ടയിലേക്ക് പോയതോടുകൂടി അവിടെ എന്നും സ്ഥിരമായി തൊഴിലാളികളെ എടുക്കുന്നില്ല, ജീവനക്കാരെ എടുക്കുന്നില്ല. അവിടെയെല്ലാം കരാർ അടിമകളെ മാത്രമാണ് സൃഷ്ടിക്കുന്നത്. കരാർ അടിമകളെ സൃഷ്ടിച്ചു കൊടുക്കുന്ന പണിയാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. ഇപ്പോ എക്കണോമിക് സർവേ റിപ്പോർട്ടിൽ പറയുന്നു വലിയ തൊഴിലില്ലായ്മയാണ് രാജ്യം അഭിമുഖീകരിക്കുന്നതെന്ന്. സ്വതന്ത്ര ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ തൊഴിലില്ലായ്മ ഇപ്പൊ അനുഭവിക്കുമ്പോൾ ആ എക്കണോമിക് സർവേ റിപ്പോർട്ട് പ്രകാരം ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ ആവശ്യമായ സമീപനമായിരുന്നു കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കേണ്ടത്. പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് തൊഴിൽ കൊടുക്കാൻ ആവശ്യമായ സമീപനം സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, വൻകിട കുത്തക കോർപ്പറേറ്റുകൾക്ക് 5000 രൂപയ്ക്കും 6000 രൂപയ്ക്കും കരാർ അടിമകളെ റിക്രൂട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്റേൺഷിപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ തന്നെ കേന്ദ്ര ബജറ്റിന്റെ ഭാഗമായിട്ട് ഇന്റേൺഷിപ്പിനെ കുറിച്ച് പറഞ്ഞു. അത് കേൾക്കുമ്പോൾ ആളുകൾ ധരിച്ചത് 2 കോടി ചെറുപ്പക്കാർക്ക് ഇതാ തൊഴിൽ കിട്ടുന്നു എന്നായിരുന്നു. പക്ഷെ പിന്നെയാണ് അതിന്റെ സൂക്ഷ്മമായിട്ടുള്ള വശങ്ങൾ മനസ്സിലാക്കുന്നത്. 2 കോടി ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി പോകുന്നത് കേവലം 5000 രൂപയും 6000 രൂപയും മാത്രം വരുമാനമുള്ള, ശമ്പളമുള്ള, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അലവൻസ് നിശ്ചയിക്കപ്പെട്ട ചെറിയ ജോലികൾ മാത്രമാണ്. അപ്പൊ ഇന്ത്യയിലെ ചെറുപ്പക്കാർക്ക് വേണ്ടത് സ്ഥിരം തൊഴിലാണ് എന്ന മുദ്രാവാക്യം രാജ്യത്തെമ്പാടും DYFI ശക്തിപ്പെടുത്തുകയാണ്. ഇപ്പൊ തൊഴിലുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യങ്ങളെ അണിനിരത്തിക്കൊണ്ട് രാജ്യത്തെ ചെറുപ്പക്കാരെല്ലാം സംഘടിതമായി മുന്നോട്ട് വരുമ്പോൾ ആ ചെറുപ്പക്കാരനോട് ജാതി പറഞ്ഞ്, മതം പറഞ്ഞ് അവനെ മറ്റ് വഴിയിലേക്ക് തിരിച്ചുവിടുന്ന കടുത്ത വർഗീയ അജണ്ടയും കേന്ദ്ര ഗവൺമെന്റ് തന്നെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഒരേ സമയം വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ ശക്തമാക്കിയാൽ മാത്രമേ മനുഷ്യൻ അനുഭവിക്കുന്ന തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള ജീവിതഗതിയായ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ വേണ്ടി കഴിയൂ എന്ന യാഥാർത്ഥ്യമാണ് ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് കൂത്തുപറമ്പിലെ പോരാളികളെ അനുസ്മരിക്കുന്ന ഘട്ടത്തിൽ നിരവധിയായ പോരാട്ടങ്ങൾ നമുക്ക് ഏറ്റെടുക്കേണ്ടതുണ്ട്. ഒരു പോരാട്ടവും വൃഥാവിലാവില്ല എന്നാണ് കൂത്തുപറമ്പിലെയും ലോകത്തെമ്പാടും നടക്കുന്ന നിരവധിയായ പോരാട്ടങ്ങളുടെ ചോരകനിയുന്ന അധ്യായങ്ങൾ നമുക്ക് നൽകുന്ന പാഠം. അതുകൊണ്ട് തീർച്ചയായിട്ടും കൂത്തുപറമ്പിലെ ഈ ഉജ്ജ്വലരായ പോരാളികളെ അനുസ്മരിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ കാലമേൽപ്പിച്ച കടമകൾ നിർവഹിക്കാൻ വേണ്ടിയിട്ട് മറ്റെല്ലാം മറന്നുകൊണ്ട് ഉജ്ജ്വലമായ പോരാട്ടത്തിലേക്ക് പോവുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിജ്ഞ. ആ പ്രതിജ്ഞയാണ് നമുക്കിവിടെ പുതുക്കേണ്ടത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ സഖാക്കളെയും സുഹൃത്തുക്കളെയും DYFIയുടെ കേരള സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.